നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മിഡി ഈസ്റ്റ് അവറിലേക്ക് ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോവിഡ് മൂലം ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസികൾ നാളെ മുതൽ തിരിച്ചെത്തി തുടങ്ങും. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് ആദ്യ വിമാനം. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും നാളെ സർവീസുണ്ട്. യാത്രക്കാരുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. സൌദി, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകൾ നാളെ ഉണ്ടാകില്ല. റാപ്പിഡ് ടെസ്റ്റ് നടത്തിയാകും യാത്രക്കാരെ വിമാനത്തിൽ കയറ്റുക. യുഎയിൽ നിന്നും നാളെ 2 വിമാനങ്ങളിൽ പുറപ്പെടുന്നവരുടെ ടിക്കറ്റ് വിതരണം ഏറെക്കുറെ പൂർത്തിയായി. നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ആദ്യ വിമാനം ദുബൈയിൽ നിന്ന് രാത്രി 7:40 കോഴിക്കോട് എത്തിച്ചേരും. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം വൈകിട്ട് 4:15 പുറപ്പെട്ട് രാത്രി 9:40 നാട്ടിലെത്തും. 5 മണിക്കൂർ നേരത്തെ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കണമെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. രോഗലക്ഷണമില്ലാത്തവരെ മാത്രമേ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കൂ. നാട്ടിലെത്തിയാൽ ക്വാറന്റൈനിൽ പോകാൻ തയ്യാറാണെന്ന് സത്യവാങ്മൂലം നൽകണം. ഇതുൾപ്പെടെ യാത്രക്കാർ പാലിക്കേണ്ട മെഡിക്കൽ പ്രോട്ടോകോൾ അധികൃതർ പുറത്തുവിട്ടു. വിമാനത്തിൽ കയറും വരെ വിദേശത്തെ ആരോഗ്യ അതോറിറ്റി നിഷ്കർഷിക്കുന്ന ആരോഗ്യ പ്രോട്ടോകോൾ പാലിക്കണം. ഇതനുസരിച്ചായിരിക്കും റാപ്പിഡ് ടെസ്റ്റ്. കയ്യുറ, മാസ്ക്, സാനിറ്റൈസർ എന്നിവ ഉൾപ്പെടുന്ന കിറ്റും യാത്രക്കാർക്ക് കൈമാറും. അതേസമയം നാളെ ഖത്തറിൽ നിന്നും സൌദിയിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങളുടെ ഷെഡ്യൂൾ മാറ്റി. ദോഹയിൽ നിന്നും നാളെ പുറപ്പെടേണ്ട വിമാനം 9-ലേക്കാണ് മാറ്റിയത്. സൌദിയിൽ നിന്ന് മറ്റന്നാൾ വിമാനം പുറപ്പെടുമെന്ന് ഇന്ത്യൻ അംബാസഡർ അറിയിച്ചു. മീഡിയ 1 ദുബൈ. കൂടുതൽ വിശദാംശങ്ങളുമായി MCA നാസർ ചേരുകയാണ് ദുബായിൽ നിന്ന്. നാസർ, പ്രവാസികളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് കേരളം. സർവ്വസജ്ജീകരണങ്ങളുമായി സംസ്ഥാനം ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഗൾഫിൽ അവസാനവട്ട ക്രമീകരണങ്ങൾ എവിടെ വരെയായി? നിയസ്, തീർച്ചയായിട്ടും. കാരണം പിന്നിട്ട കുറെ ആഴ്ചകളായി നിലനിന്ന അനിശ്ചിതത്വത്തിന് ഇനി മണിക്കൂറുകൾ കൊണ്ട് അതിന് വിരാമം കുറിക്കപ്പെടുകയാണ്. ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് ഇന്ത്യൻ എംബസിയും അതോടൊപ്പം തന്നെ കോൺസുലേറ്റും അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. മിക്കവാറും യാത്രക്കാർക്കുള്ള ടിക്കറ്റുകളുടെ വിതരണം എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെയുള്ളത് 5 മണിക്കൂർ മുമ്പ് ഈ യാത്രക്കാരോടൊക്കെ തന്നെ വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ കൂടുതൽ ആളുകളൊന്നും കൂടെ വരാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി വന്നാൽ തന്നെയും അവരെ വിമാനത്താവളത്തിന്റെ 2ാം ടെർമിനലിലാണ്, അതിന്റെ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കും അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട യാത്രക്കാർ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് 2:10 UAE സമയം 2:10 കാലിക്കറ്റിലേക്കുള്ള ദുബൈയിൽ നിന്നുള്ള വിമാനം പുറപ്പെടുന്നത്. വൈകിട്ട് 4:20 അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനം പുറപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് എയർപോർട്ട് ടെർമിനൽ 2-ൽ പ്രത്യേകമായിട്ടുള്ള ഈ സാമൂഹിക അകലം പാലിക്കേണ്ട സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വരുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ കർശന നിർദ്ദേശങ്ങൾ നൽകിയതുകൊണ്ട് പ്രത്യേകിച്ച് 5 മണിക്കൂർ മുമ്പേ വരാൻ പറഞ്ഞിരിക്കുന്നത് ഈ വൈദ്യപരിശോധനയ്ക്കുള്ള ഒരു സാവകാശം കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ എത്താനാണ് യാത്രക്കാരോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. പരമാവധി യാത്രക്കാർ എത്തുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അധികൃതർ പങ്കുവെക്കുന്നത്. പക്ഷേ അതേസമയം ചില ആശങ്കകൾ മൂലവും അതോടൊപ്പം തന്നെ കൂടെ യാത്ര ചെയ്യാൻ ആരെയും അനുവദിക്കാത്തത് കൊണ്ട് ചില കുടുംബങ്ങൾ മാറാനുള്ള ഒരു സാധ്യത അധികൃതർ കാണുന്നുണ്ട്. ഇതിന് പകരം ഈ പരിഗണനാ ലിസ്റ്റിലുള്ള ആർക്കെങ്കിലും ഇടം ലഭിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ കൂടുതൽ ഈ പരിഗണനാ ലിസ്റ്റിൽ ബാക്കിയുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് സ്വഭാവത്തിൽ ആളുകൾക്ക് വിവരം കൊടുക്കുകയും അവരോട് എയർപോർട്ടിൽ എത്താൻ നിർദ്ദേശിക്കുകയും ചെയ്യും. അത് നടക്കുമോ എന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ സാധ്യമല്ല. പക്ഷെ മറ്റെല്ലാ ക്രമീകരണങ്ങളും ഏറെക്കുറെ ആക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഈ റാപ്പിഡ് ടെസ്റ്റ് നടത്തിയിട്ടേ വിമാനത്തിലേക്ക് കയറ്റൂ, യാത്ര ചെയ്യാൻ അനുവദിക്കൂ എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഈ ടെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഈ ടെസ്റ്റ് നടത്തി ഉടനെ തന്നെ ഫലം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന കാര്യം അറിയാൻ കഴിയുമോ? ഇത് സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തതയിൽ ഇപ്പോൾ പോലും എത്തിയിട്ടില്ല. എംബസി ഇന്നലെ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പുണ്ട്. അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അന്താരാഷ്ട്ര പ്രോട്ടോകോളും അതോടൊപ്പം തന്നെ UAEയുടെ ആരോഗ്യ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും യാത്രക്കാരെ വിമാനത്തിൽ കൊണ്ടുപോവുക എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് പ്രകാരം ഏത് അർത്ഥത്തിലുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ അത് കേവലമായിട്ടുള്ള ഒരു പരിശോധന മാത്രമായിരിക്കുമോ, അതല്ല കോവിഡ് ടെസ്റ്റ് കൂടി അതിൽ ഉൾപ്പെടുമോ എന്നതുൾപ്പെടെയുള്ള, കാരണം റാപ്പിഡ് ടെസ്റ്റ് നടക്കുമ്പോൾ അതിന് സാധ്യതകൾ എത്ര കണ്ടു ഉണ്ട് എന്ന കാര്യത്തിൽ പൂർണ്ണ ഒരു വ്യക്തതയിലില്ല. പക്ഷേ ഏതെങ്കിലും ലക്ഷണങ്ങളുള്ളവരെ, കോവിഡുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളുള്ളവരെ ഒരിക്കലും തന്നെ യാത്ര അയക്കാൻ അവർക്ക് അനുമതി നൽകില്ല എന്ന് അധികൃതർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ടെസ്റ്റിന്റെ സ്വഭാവം സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളും ഭിന്ന ആശയങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നാളെ ആദ്യ വിമാനത്തിൽ യാത്ര പുറപ്പെടുന്ന ആ ഒരു ഘട്ടം വരെയും ഈ അനിശ്ചിതത്വം ഒരുപക്ഷെ നിലനിന്നേക്കും. പക്ഷേ എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ നേരത്തെ യാത്ര
യാത്രക്കാരെ കൊണ്ടുപോയപ്പോൾ ഈ റാപ്പിഡ് ടെസ്റ്റ് വളരെ ഫലപ്രദമായി തന്നെ നടപ്പാക്കിയിരുന്നു. 20 മിനിറ്റിന്റെ ദൈർഘ്യത്തിൽ തന്നെ ഈ ഒരു കോവിഡ് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റ്, ആ സ്വഭാവത്തിലുള്ള കുറച്ച് സമഗ്ര സ്വഭാവത്തിലുള്ള ഒരു ടെസ്റ്റിന് സംവിധാനം ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും നമുക്കൊരു അന്തിമമായിട്ട് ഒരു തീർപ്പിലെത്താൻ സാധ്യമല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ഒരിക്കലും യാത്ര ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന് കൃത്യമായി തന്നെ എംബസി പിന്നെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ യാതൊരു ആശങ്കയുടെയും അടിസ്ഥാനമില്ല എന്നാണ് ഇന്നലെ രാത്രി പുറപ്പെടുവിച്ചത്. അതോടൊപ്പം തന്നെ നാസർ, ഈ നേരത്തെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിരുന്നു ദോഹയിൽ നിന്നും ഒപ്പം സൗദിയിൽ നിന്നും. ഈ 2 ഫ്ലൈറ്റുകളും ശനിയാഴ്ചത്തേക്ക് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലൈറ്റ് സർവീസ് നീട്ടിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? ഈ ഇപ്പം ശനിയാഴ്ചത്തേക്ക് മാറ്റിവെച്ച സർവീസുകൾ ശനിയാഴ്ച എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? പക്ഷെ സീറ്റുകൾ തമ്മിലുള്ള ഒരു അകലം കൃത്യമായിട്ട് പാലിക്കാൻ എത്ര കണ്ട് സാധിക്കുമെന്നൊരു ചോദ്യം ഇതിൽ സ്വാഭാവികമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. കാരണം 170-ലധികം യാത്രക്കാരുണ്ട്. അപ്പോൾ വലിയ തോതിൽ പിന്നെ ആളുകളെ പിന്നെ അകറ്റിയിരുത്തുക എന്നത് അത്ര ചോദ്യം എം സി എ നാസറിന് കേൾക്കാനാവുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുടുങ്ങിയ പ്രവാസികൾ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസികൾ നാളെ മുതലാണ് എത്തിത്തുടങ്ങുന്നത്. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് ആദ്യ വിമാനം എത്തുന്നത്. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് രണ്ടാമത്തെ വിമാനം. ഇതിൽ ആദ്യം എത്തുക കോഴിക്കോട്ടേക്കുള്ള വിമാനമാണ്, ദുബായിൽ നിന്നുള്ള വിമാനമാണ് ആദ്യം എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. യാത്രക്കാരുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നും നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന വിമാനങ്ങൾ നാളെ ഉണ്ടാകില്ല. അത് ശനിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് പോവാം. ഖത്തറിൽ നിന്നും നാളെ കൊച്ചിയിലേക്ക് വരേണ്ടിയിരുന്ന ആദ്യ വിമാനത്തിന്റെ യാത്രാ തീയതി ശനിയാഴ്ചയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. മുൻഗണനാ ക്രമത്തിൽ തെരഞ്ഞെടുത്ത യാത്രക്കാർക്കുള്ള മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. അതേസമയം യാത്രക്കാർക്ക് താപനില പരിശോധന മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ICC അധികൃതർ വ്യക്തമാക്കി. ടിക്കറ്റ് നിരക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരാതികളുണ്ടെങ്കിലും യാത്ര തരപ്പെട്ടതിലുള്ള ആശ്വാസം യാത്രക്കാർ പങ്കുവച്ചു. മീഡിയ 1 എക്സ്ക്ലൂസീവ്. തീർച്ചയായും. അപ്പോൾ നേരത്തെ 7-ാം തീയതി ആയിരുന്നു ഖത്തറിൽ നിന്നും ആദ്യത്തെ ഫ്ലൈറ്റ് നാട്ടിലേക്ക് പുറപ്പെടുക എന്നായിരുന്നു സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചിരുന്നത്. എന്നാൽ അതിലിപ്പോൾ ചെറിയ ഒരു മാറ്റമുണ്ട്. 7-ൽ നിന്നും 9-ലേക്ക് ആ വിമാനയാത്ര മാറ്റിയിട്ടുണ്ട്. 9-ാം തീയതിയായിരിക്കും ദോഹയിൽ നിന്നും ആദ്യത്തെ ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക് പുറപ്പെടുക. എന്നാൽ 10-ാം തീയതി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട വിമാനത്തിന്റെ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇതുവരെ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നാട്ടിലേക്ക് അടിയന്തിരമായി കൊണ്ടുപോകുന്ന ഇന്ത്യക്കാരുടെ ആദ്യ സംഘത്തെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നിശ്ചയിച്ചിരിക്കുകയാണ് ഖത്തറിലെ ഇന്ത്യൻ എംബസി. ആദ്യ ഘട്ടത്തിൽ നാട്ടിലേക്ക് തിരിക്കുന്ന 200 പേരെയും ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എനിക്ക് പിറകിലുള്ള എല്ലാവരും കൊച്ചിയിലേക്ക് പുറപ്പെടുന്ന ആദ്യത്തെ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് പോകേണ്ടവരാണ്. എന്തായാലും പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നവരുമായി അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താണ് നാട്ടിലേക്ക് പോകാനുണ്ടാകുന്ന പ്രത്യേക സാഹചര്യം എന്നതിനെ കുറിച്ചല്ല. ജോലി പോയി, പിന്നെ വൈഫ് 7 മന്ത് പ്രഗ്നന്റ് ആണ്, പിന്നെ ഒരു മോളുമുണ്ട്. അപ്പോൾ ഞാൻ ഫാമിലി എല്ലാവരും ഇവിടെ തന്നെ ഉള്ളത്. അപ്പോൾ ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് അവർ എംബസിയിൽ നിന്ന് വിളിച്ചിരുന്നു. 3 ആളുടെ പേരും എല്ലാം കൺഫേംഡ് ആയിരുന്നു. ഇപ്പോൾ ലിസ്റ്റ് അവർ തന്നപ്പോൾ 2 ആളുടെ പേരുള്ളൂ, വൈഫിൻ്റെയും മോളും. ഇല്ല. അപ്പോൾ ചോദിച്ചു അടുത്ത ഘട്ടത്തിലെങ്കിലും കിട്ടുമോ? ഇല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, നമ്പർ കിട്ടുന്നില്ല വിളിച്ചിട്ട്. അപ്പോൾ അവർക്കാണ് ഒറ്റയ്ക്ക് പോകാനും കഴിയില്ല. എറണാകുളത്താണ് സ്റ്റേഷൻ വരുന്നത്. നമ്മളെ ലൊക്കേഷന് കണ്ണൂരാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് ക്യാൻസലാക്കിയാൽ പിന്നെ കിട്ടുമെന്നുള്ള കാര്യം പ്രശ്നമാണ്. ആരെയും കോൺടാക്ട് ചെയ്തില്ല, ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യം ഒന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കാമെന്ന് കേൾക്കുന്നു. അതിന് ശേഷം പറയാം. എൻ്റെ പേര് ആനന്ദ്. ഞാനല്ല പോകുന്നത്, എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. വൈഫ് പുറത്ത് വണ്ടിയിലിരിക്കുന്നുണ്ട്, പ്രഗ്നൻ്റ് ആണ്. ഖത്തറിൽ വിസിറ്റ് വിസയിൽ വന്നിട്ടുള്ളതായതുകൊണ്ട് വിസിറ്റ് കാലാവധി കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞ് 1 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതും തീരാനായി. അപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു സംവിധാനം പെട്ടെന്ന് വന്നത്. ടിക്കറ്റ് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു അപ്രോക്സിമേറ്റ് 800 റിയാൽ ചാർജ് വരും. അപ്പോൾ അത് എന്തുവായാലും കൊണ്ടുവരണം. ഇതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. അപ്പം കൊച്ചിയിലേക്കാണ് ഫ്ലൈറ്റ് തന്നിട്ടുള്ളത്. കോഴിക്കോടൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യപ്രദമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പം പോകുന്നത് ഒരു എക്കമ്പനി പാസഞ്ചർ എന്ന നിലക്കാണ്. എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി ഇവർ കൊടുത്തിരിക്കുന്നത് പ്രഗ്നൻ്റ് ആയ ആളുകൾക്കും അതുപോലെ തന്നെ സീരിയസ് ആയ അസുഖമുള്ളവർക്കുമാണ്. എന്താണ് ക്വാറന്റൈൻ ചെയ്യപ്പെടുമോ, അത് ക്വാറന്റൈൻ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് സ്വന്തം ക്വാറന്റൈൻ തന്നെ പോകാൻ പറ്റുമോ, വീട്ടിലേക്ക് പോകാൻ പറ്റുമോ, അല്ല ഞങ്ങൾ സ്വന്തം ഒരു എക്സ്പെൻസിൽ വേറെ എവിടെയെങ്കിലും ഞങ്ങൾ താമസിക്കേണ്ടി വരുമോ, ഗവൺമെൻറ് ക്വാറന്റൈൻ സെൻറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ,
ഇത്തരം കാര്യങ്ങളിൽ കുറെ വ്യക്തത വരാനുണ്ട്. ഇപ്പോൾ ICC പ്രസിഡന്റ് AP മണികണ്ഠൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പോകേണ്ട ആളുകളുടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് ഇപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിസ്റ്റൊക്കെ തന്നെ രൂപപ്പെട്ടിട്ടുള്ളത് എംബസിയുടെ കീഴിലാണ്. കേന്ദ്ര സർക്കാർ അനുശാസിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾക്കും ആരോഗ്യപരമായ പ്രശ്നമുള്ള പ്രായമുള്ള ആളുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എംബസി പറഞ്ഞിരിക്കുന്നത്. ICCയിൽ നമ്മൾ ഓരോ മണിക്കൂറും 35 ആളുകളെ വീതമാണ് അശോക ഹാളിലേക്ക് കയറ്റിയിരുത്തുന്നത്. നിശ്ചിതമായ അകലം പാലിച്ചുകൊണ്ട് വേണ്ടുന്ന എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ആളുകളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് എയർ ഇന്ത്യയുടെ സ്റ്റാഫ് ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു കൗണ്ടർ, അവരുടെ ടിക്കറ്റ് പ്രിന്റിംഗ് അടക്കമുള്ള കൗണ്ടർ നമ്മുടെ കൗൺസിലർ സർവീസിന്റെ കൗണ്ടറിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇവിടെ ആളുകളുടെ എണ്ണം കഴിയുന്ന മുറയ്ക്ക് നമ്പർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അശോക ഹാളിലേക്ക് കടക്കുന്ന ആളുകൾക്ക് നമ്മൾ നമ്പർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആണ് വിളിക്കുന്നത്. ഇതുവരെ ഇതിനോടകം 22 ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ബാക്കി ടിക്കറ്റ് 3 മണിക്ക് മുമ്പ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ ഒരു തരത്തിലുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു സാഹചര്യം? ഇതുവരെ നമുക്കങ്ങനെ നേരിട്ട് എനിക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. 766 റിയാലാണ്. നമുക്കറിയാം, ഈ സമയത്ത് ജോലി പോയി നിൽക്കുന്ന ആളുകൾക്കും ഈ കോവിഡിന്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വലിയ ചാർജാണ് എന്നറിയാം. ഞാൻ എയർ ഇന്ത്യയുമായിട്ട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ നിന്ന് ഈ ഫ്ലൈറ്റ് ഫ്രീ ആയിട്ട് ഇവിടെ വരണം, നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് മാത്രമേ ആളുകളെ കൊണ്ടുപോകാൻ കഴിയൂ, അതുകൊണ്ട് ഇതിനേക്കാൾ കുറഞ്ഞ ഒരു റേറ്റിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യോമ ഗതാഗത തടസ്സത്തിൻ്റെ ആ കരിനീഴൽ നമ്മിൽ നിന്ന് മാറിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വന്നിരിക്കുന്ന ആളുകളുടെ ഒരഭിപ്രായത്തിൽ അവരൊക്കെ സന്തോഷത്തിലാണ്. രോഗികളുടെ കോവിഡ് നെഗറ്റീവ് ആവണം എന്നൊരു കണ്ടീഷൻ നേരത്തെ വെച്ചിരുന്നു. ഇപ്പോൾ അത് ലിഫ്റ്റ് ചെയ്തു തോന്നുന്നു അല്ലേ? അല്ല, ഇപ്പം മിനിസ്ട്രി ഓഫ് ഹോം അഫയർസിന്റെ ആ നോട്ടിഫിക്കേഷൻ വന്നത്, അതിലുള്ള പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ SOP വന്നിരിക്കുന്നതിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അവർ വെറും തെർമൽ ടെസ്റ്റ് മാത്രമേ ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോണ ഉള്ള ഒരു ടെസ്റ്റിന്റെ ഒരു രീതി മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ഡിക്ലറേഷൻ പോണ ആൾക്കാർക്ക് കൊടുക്കണം, ദാറ്റ് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് ക്വാറന്റൈൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു പക്ഷേ ടിക്കറ്റ് ഫെയറിന്റെ കാര്യത്തിൽ ചെറിയ ചില പരാതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ കഴിയും എന്ന ആശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ദോഹയിലുള്ളത്. ദോഹയിൽ നിന്നും അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ. നാളെ മുതൽ മടങ്ങിവരുന്ന ഓരോ മലയാളികളുടെയും കാര്യത്തിൽ കരുതലോടെ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിമാനത്താവളത്തിലെത്തിയ ശേഷവും യാത്രക്കാർ ജാഗ്രത തുടരണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. മടങ്ങിവരുന്ന ഓരോ മലയാളിയുടെയും കാര്യത്തിൽ കരുതലോടെയാണ് നാം ഇടപെടുന്നത്. വരുന്നവർ താമസസ്ഥലം മുതൽ യാത്രാവേളയിലുടനീളം അതിയായ ജാഗ്രത പുലർത്തേണ്ടതാണ്. വിമാനത്താവളം മുതൽ ആ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രവാസികളെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. വിമാനത്താവളങ്ങളിൽ എത്തുന്നവരെ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം അതത് ജില്ലകളിലേക്ക് പറഞ്ഞയക്കും. പ്രവാസികളെ നിരീക്ഷണത്തിലാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. അബുദാബിയിൽ നിന്നുള്ള വിമാനം നാളെ രാത്രി 9:40 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങും. കൊച്ചിയിലെത്തുന്നവർക്ക് കളമശ്ശേരി രാജഗിരി ഹോസ്റ്റലിലാണ് നിരീക്ഷണ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 75 പേർക്ക് നിരീക്ഷണത്തിൽ കഴിയാനുള്ള സൗകര്യമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ ഫസ്റ്റ് ക്ലാസ് ഫെസിലിറ്റീസ് ആണ്. അവരുടെ ഭക്ഷണം മുനിസിപ്പാലിറ്റി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ಮತ್ತೆ വേറെ എല്ലാ സംവിധാനം നമ്മുടെ റവന്യൂ വകുപ്പ് ಮತ್ತೆ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവരെല്ലാവരും അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നാളെ രാത്രി 10:30 ദുബായിൽ നിന്നുള്ള വിമാനം കരിപ്പൂരിലെത്തുക. 190 യാത്രക്കാരാണ് വിമാനത്താവളത്തിലുണ്ടാവുക. യാത്രക്കാർക്ക് പുറത്തുവരാൻ 2 വഴികൾ ഒരുക്കും. പാസഞ്ചർ ലിസ്റ്റിൽ നമ്മുടെ ജില്ലയിലേക്ക് വരുന്ന ആളുകൾ നമ്മൾ ഇവിടെ മലപ്പുറത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആക്കാം. അതർ ഡിസ്ട്രിക്ട്സിന്റെ ആളുകൾ നമ്മൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തിട്ട് KSRTC ബസ് ആൻഡ് അതർ ഫെസിലിറ്റീസ് വിൽ സെൻഡ് ദം ടു അവരെ അവരുടെ ജില്ലയിലേക്ക് അയക്കാം. മടങ്ങിയെത്തുന്നവരിൽ രോഗലക്ഷണമുള്ളവരെ നേരെ ആശുപത്രികളിലേക്ക് മാറ്റും. മറ്റു ജില്ലകളിൽ നിന്നുള്ളവരെ അതത് ജില്ലകളിലെ നിരീക്ഷണ കേന്ദ്രത്തിലെത്തിക്കും. ഇതിനായി എല്ലാ ജില്ലകളിലേക്കും KSRTC ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കൊച്ചി.
സൌദിയിൽ നിന്നുള്ള പ്രത്യേക വിമാന സർവീസുകൾ വെള്ളിയാഴ്ച ആരംഭിക്കുമ്പോൾ യാത്രയ്ക്കായി മെഡിക്കൽ രേഖകൾ കയ്യിൽ കരുതണം. ആദ്യത്തെ ആഴ്ച 1000 പേർക്കാകും യാത്ര. യാത്രയ്ക്ക് മുൻപുള്ള കോവിഡ് പരിശോധന സൌദി ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്നാണ് നടപ്പിലാക്കുക. വിമാനത്താവളം നിലകൊള്ളുന്ന നഗരത്തിലുള്ളവരാണ് ഇപ്പോൾ പരിഗണിച്ചതിൽ കൂടുതലും. 60,000-ഓളം ഇന്ത്യക്കാരാണ് ഇതുവരെ നാട്ടിലേക്ക് പോകാനായി എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് സൌദിയിലെ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു. ഇതിൽ ആദ്യഘട്ടത്തിൽ കേരളത്തിലേക്കുള്ള 3 വിമാനങ്ങൾ ഉൾപ്പെടെ ആകെ 5 വിമാനങ്ങളിലായി 1000 പേർക്കാണ് യാത്ര ചെയ്യാനാവുക. ഇതിൽ പകുതിയും ഗർഭിണികളും മറ്റു ആരോഗ്യ പ്രയാസങ്ങളുമുള്ളവരെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഗർഭിണികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രയാസങ്ങളുള്ളവർ യാത്ര ചെയ്യാൻ തടസ്സങ്ങളില്ലെന്ന് തെളിയിക്കുന്നതിന് ഡോക്ടർമാരിൽ നിന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കണം. നിലവിൽ ജിദ്ദ, ദമ്മാം, റിയാദ് എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നാണ് വിമാന സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വിമാനത്താവളങ്ങളുള്ള നഗരത്തിലുള്ളവരെ മാത്രമാണ് ഇപ്പോൾ പരിഗണിച്ചിട്ടുള്ളത്. എന്നാൽ വൈകാതെ തന്നെ മറ്റ് നഗരങ്ങളിലും പ്രവശ്യകളിലുമുള്ളവർക്കും യാത്ര ചെയ്യാനാകും വിധമുള്ള സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് അംബാസിഡർ പറഞ്ഞു. യാത്രക്ക് മുമ്പായുള്ള കോവിഡ് പരിശോധനയ്ക്കുള്ള നടപടിക്രമങ്ങൾ സൌദി ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പിലാക്കി വരികയാണ്. സൌദി അനുമതി നൽകുന്നതോടെ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്ന 300-ഓളം ഇന്ത്യക്കാരെയും നാട്ടിലേക്ക് അയക്കുമെന്നും അംബാസിഡർ പറഞ്ഞു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. സൌദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാനായി അബ്ഷീറിലെ ഔദ വഴി രജിസ്റ്റർ ചെയ്തവരുടെ വിശദാംശങ്ങൾ ഇതുവരെ എംബസിക്ക് ലഭിച്ചിട്ടില്ലെന്ന് അംബാസിഡർ അറിയിച്ചു. വിവരങ്ങൾ ലഭിച്ചാലുടൻ സർക്കാരുമായി ചേർന്ന് ആവശ്യമായ യാത്രാ ക്രമീകരണങ്ങൾ സജ്ജീകരിക്കും. കൂടാതെ വിവിധ കമ്പനികളിൽ നിന്നും വിമാനം ചാർട്ടർ ചെയ്യുവാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇക്കാര്യം പരിഗണിക്കുന്നതോടെ കൂടുതൽ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാനാകുമെന്നും ഇന്ത്യൻ സ്ഥാനപതി വ്യക്തമാക്കി. ഗൾഫിൽ കോവിഡ് മരണസംഖ്യ 441 ഉയർന്നു. ദുബൈയിൽ 11 പേരും സൌദിയിൽ 9, കുവൈത്തിൽ 2 പേരുമാണ് ഇന്ന് മരിച്ചത്. യുഎയിലും കുവൈത്തിലുമായി 2 മലയാളികളും ഇന്ന് കോവിഡ് ബാധിച്ച് മരിച്ചു. 3000-ഓളം പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 77,000 കവിഞ്ഞു. 9 പേർ കൂടി മരിച്ചതോടെ സൌദി അറേബ്യയിൽ കോവിഡ് മരണസംഖ്യ 209 2 പേർ കൂടി മരിച്ച കുവൈത്തിൽ കോവിഡ് മരണസംഖ്യ 42 ഇതിൽ ഒരു മലയാളിയും ഉൾപ്പെടും. കോഴിക്കോട് കുന്നമംഗലം പുത്തൂർമഠം മീത്തൽ വീടുപറമ്പ് അഹമ്മദാണ് മരിച്ചത്. യുഎയിലും ഒരു മലയാളി മരിച്ചു. അബുദാബിയിൽ കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശി നസീറാണ് മരിച്ചത്. 56 വയസ്സുണ്ട്. അബുദാബി മഫ്രക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗൾഫിൽ മരണസംഖ്യയും രോഗവ്യാപനവും തുടരുകയാണ്. സൌദിയിൽ മരണസംഖ്യക്കൊപ്പം രോഗികളുടെ എണ്ണവും കുത്തനെ ഉയർന്നു. 1687 പേർക്ക് കൂടിയാണ് ഇന്ന് സൌദിയിൽ രോഗം ഉറപ്പിച്ചത്. ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം ഏതാണ്ട് 32,000-ലെത്തി. ഖത്തറിൽ 830 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുവൈത്തിൽ 485-ഉം ഒമാനിൽ 168 പേർക്ക് കൂടി ഇന്ന് രോഗം ഉറപ്പിച്ചു. സൌദിയിൽ കോവിഡ് ബാധിച്ച് മലയാളികൾ ഉൾപ്പെടെ 21 ഇന്ത്യക്കാരാണ് ഇതിനകം മരിച്ചതെന്ന് ഇന്ത്യൻ അംബാസഡർ വെളിപ്പെടുത്തി. അതേസമയം ഗൾഫിൽ കൂടുതൽ പേർ രോഗമുക്തരായി. രോഗം ഭേദമായവരുടെ എണ്ണം 15,000 കടന്നു. സൌദിയിൽ മാത്രം ഇന്നലെ 955 പേർക്കാണ് രോഗം സുഖപ്പെട്ടത്. വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണ നടപടികളും ശക്തമാക്കി. ബഹ്റൈനിൽ ലേബർ ക്യാമ്പുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മസ്കത്ത് ഗവർണറേറ്റിൽ ഏർപ്പെടുത്തിയ ലോക്ഡൌൺ മെയ് 29 വരെ നീട്ടി. ഗൾഫ് ബ്യൂറോകൾക്കൊപ്പം MCA നാസർ, മീഡിയ 1, ദുബൈ. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ വിവിധ ഗൾഫ് ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. യുഎയിൽ നിന്ന് ഷിനോജ് ശംസുദ്ദീൻ ആദ്യം ചേരുന്നു. ഷിനോജ്, യുഎയിലെ നിലവിലെ അവസ്ഥ എന്താണ്? ഇന്ന് എത്ര കേസുകൾ യുഎയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? യുഎഇ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസകരമല്ലാത്ത ഒരു ദിവസമാണ് ഇന്ന്. 11 മരണമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ 546 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്നലെ 462 ഇന്ന് അത് 546 എത്തിയിരിക്കുന്നു എന്നുള്ളത്. മുമ്പും 500-ന്റെ കണക്കുകളായിരുന്നു. ഇന്നലെ ആശ്വാസ ദിനമാണ് എന്ന് കരുതിയിരുന്നു എണ്ണം കുറഞ്ഞപ്പോൾ. പക്ഷേ അതുണ്ടായിട്ടില്ല. ഇന്ന് 546 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുതയുള്ളത് ഇതിൽ 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് നിയമം ലംഘിച്ച് ഒത്തുചേർന്ന 30 പേരിൽ രോഗം കണ്ടെത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ 2 മാസം പ്രായമുള്ള കുഞ്ഞുമുള്ളത്. നിരവധി വൃദ്ധരും ഈ കൂട്ടത്തിലുണ്ട്. മൊത്തം രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 15,738 എത്തിയിരിക്കുന്നു. ഇന്ന് 206 പേർക്ക് കോവിഡ് രോഗബാധ പൂർണ്ണമായും ഭേദമായിട്ടുണ്ട് എന്നുള്ളതാണ് ആകെ ആശ്വാസകരമായ വാർത്ത. രോഗവിമുക്തി നേടിയവരുടെ മൊത്തം എണ്ണം 3,359 ആയിട്ടുണ്ട്.
എല്ലാ ദിവസവും ശരാശരി 155 പേർക്ക് രോഗം സുഖപ്പെടുന്നു എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. പക്ഷേ രോഗവ്യാപനം വർദ്ധിക്കുന്നു എന്നുള്ള സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇളവുകൾ പ്രഖ്യാപിച്ചത് റമദാന്റെ ഭാഗമായി ചില ഇളവുകൾ പ്രഖ്യാപിച്ചത് പൂർണ്ണമായും ഒരു നോർമൽ സ്ഥിതിയിലേക്ക് രാജ്യം തിരിച്ചെത്തി എന്നുള്ള ഒരു സന്ദേശമല്ല, മറിച്ച് എല്ലാവരും ജാഗ്രത പാലിക്കണം. രാത്രി 10 മണിക്ക് ശേഷം നിലവിൽ തുടരുന്ന ലോക്ക്ഡൌൺ ഉണ്ടായിരിക്കും. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അടക്കമുള്ള കാര്യങ്ങൾ എല്ലാവരും പാലിക്കണം. മാസ്ക് ധരിച്ചിരിക്കണം, കയ്യുറകൾ ധരിച്ചിരിക്കണം എന്നുള്ള നിർദ്ദേശം ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. അതേപോലെ തന്നെ തുറന്ന മാളുകളിൽ യുഎയിലും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കുവൈത്തിൽ നിന്ന് മുനീർ അഹമ്മദ് ചേരുന്നു. മുനീർ, കുവൈത്തിലെ സാഹചര്യം എന്താണ്? ഇന്ന് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മരണസംഖ്യ നിലവിൽ എത്രയായി നിൽക്കുന്നു? മുനീറിന്റെ പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. മുനീർ തുടർന്നോളൂ. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ മൊത്തമെണ്ണം 6289 ആയിരിക്കുകയാണ്. ഇന്ന് മാത്രം 485 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 152 പേർ ഇന്ത്യക്കാരാണ്. ആകെ 2644 ഇന്ത്യക്കാരാണ് ഇതുവരെ കുവൈത്തിൽ കോവിഡ് ബാധിതരായിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് രോഗം സ്ഥിരീകരിച്ച മുഴുവൻ ആളുകൾക്കും സമ്പർക്കത്തെ തുടർന്നാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് ആദ്യമായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം വിവിധ പ്രവിശ്യകൾ തിരിച്ചുകൊണ്ടുള്ള കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 126 പേർ ഫർവാനിയയിലാണ്. ഫർവാനിയ നമുക്കറിയാം മലയാളികളും പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ കൂടുതലായിട്ട് താമസിക്കുന്ന പ്രദേശമാണ്. അതുപോലെ ഈ ഫർവാനിയയിൽ 126 കേസുകളാണ് ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹവലിയിൽ 106, അതുപോലെ കുവൈത്ത് തലസ്ഥാന നഗരിയായ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 70 കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പെട്രോളിയം കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്ന അഹമ്മദി മേഖലയിൽ 52 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ജഹ്റ ഗവർണറേറ്റിൽ 49 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നവരിൽ നിന്ന് 82 പേർക്കും കൂടെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഒരു കണക്ക്. അതോടൊപ്പം ഇന്ന് 2 മരണങ്ങൾ കൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെയുള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഏത് രാജ്യക്കാരാണ് മരിച്ചത് എന്ന കാര്യം ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ച ഒരു ഇന്ത്യക്കാരൻ, അദ്ദേഹം മലയാളിയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നു. ഇന്നാണ് ബന്ധുക്കൾക്ക് അത് സംബന്ധിച്ച വിവരം ലഭിച്ചത്. കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയാണ് മരിച്ചത്. 57 വയസ്സുള്ള കുന്നമംഗലം സ്വദേശിയാണ് മരിച്ചത്. കുവൈത്തിൽ മരിക്കുന്ന മലയാളികളുടെ എണ്ണത്തിലും വർധനവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുവൈത്തിൽ നിന്ന് മുനീർ അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഖത്തറിൽ നിന്ന് സൈഫുദ്ദീൻ PC ചേരുന്നു. സൈഫുദ്ദീൻ, ഖത്തറിലെ അവസ്ഥ എന്താണ്? കൂടുതൽ കേസുകൾ ഖത്തറിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിയാസ്, ഖത്തറിൽ തീർച്ചയായും ഇന്നും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസം തന്നെയാണ്. 830 പേർക്കാണ് ഏറ്റവും ഒടുവിലായി രാജ്യത്ത് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം രാജ്യത്ത് 17,972 പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, രോഗം ഭേദമാകുന്നവരുടെ, അസുഖം ഭേദമാകുന്നവരുടെ എണ്ണം ഗണ്യമായി കൂടുന്ന കാഴ്ച തന്നെയാണ്. 2000 പിന്നിട്ടിരിക്കുന്നു രാജ്യത്ത് ഇതുവരെ അസുഖം ഭേദമാകുന്നവരുടെ എണ്ണം. ഏറ്റവും ഒടുവിലായി 146 പേർക്കാണ് അസുഖം ഭേദമായിരിക്കുന്നത്. ഇതോടുകൂടി 2070 പേരായിരിക്കുന്നു രാജ്യത്ത് രോഗവിമുക്തി നേടിയവരുടെ എണ്ണം. കഴിഞ്ഞ 24 മണിക്കൂറിനകം 3232 പേരിലാണ് കോവിഡ് രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധന നടത്തിയിട്ടുള്ളത്. ഇതോടുകൂടി മൊത്തം രോഗപരിശോധന നടത്തിയവരുടെ എണ്ണം 1,12,963 ആയിരിക്കുന്നു എന്ന കാര്യവുമുണ്ട്. ഒപ്പം രാജ്യത്ത് വിവിധയിടങ്ങളിലായി രോഗം കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും പുതിയ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത് മുഴുവൻ കൂടുതലും വിദേശി പ്രവാസി തൊഴിലാളികളിലാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇതിന്റെ ഒരു സർവേ, കമ്മ്യൂണിറ്റി സ്പ്രെഡിന്റെ ഒരു തോത് എങ്ങനെയാണെന്ന് അളക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു ഡ്രൈവ് ഇൻ ത്രൂ സ്വാബിംഗ്, അതായത് ഇതിന്റെ സാമ്പിൾ എടുക്കുന്ന ഒരു പ്രക്രിയ ഇന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായിട്ട് 3 ഹെൽത്ത് സെന്ററുകൾ മുഖേനയായിരിക്കും ഈ ഒരു യജ്ഞം നടക്കുക, സാമ്പിൾ എടുക്കുന്ന യജ്ഞം നടക്കുക. അതായത് വിവിധ ആളുകൾക്ക് കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ സാമ്പിൾ
സാമ്പിൾ എടുത്തുകൊണ്ട് കോവിഡ് ടെസ്റ്റ് നടത്താൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു സർവേയാണ് നടത്തുന്നത്. കമ്മ്യൂണിറ്റി സ്പ്രെഡിന്റെ തോത് നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു യജ്ഞത്തിലേക്ക് ആരോഗ്യ മന്ത്രാലയം കടക്കുന്നത് എന്നാണ് അറിവാകുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഖത്തറിലെ സ്വകാര്യ ആശുപത്രികളിൽ അടിയന്തര സ്വഭാവങ്ങളിലല്ലാത്ത ചികിത്സ പൂർണ്ണമായും നിരോധിച്ചതാണ് ആരോഗ്യ മന്ത്രാലയം. ഇത് പാലിക്കുന്നുണ്ടോ, സ്വകാര്യ ആശുപത്രികൾ ഇത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇത്തരം സ്വകാര്യ ക്ലിനിക്കുകളിലെല്ലാം ആരോഗ്യ മന്ത്രാലയത്തിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. അത്തരം പരിശോധനകളിൽ ഇന്ന് 5 സ്വകാര്യ ആശുപത്രികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ ക്ലിനിക്കുകൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു ആരോഗ്യ മന്ത്രാലയം എന്നതാണ്. അതായത് ഇത്തരം എമർജൻസി അല്ലാത്ത തന്നെ സാധാരണ നിലയിലുള്ള ചികിത്സ അനുവദിച്ചു ഇത്തരം 5 സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ, സ്വകാര്യ ക്ലിനിക്കുകളിൽ എന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. എന്നാൽ ഏതൊക്കെ സ്വകാര്യ ഹോസ്പിറ്റലുകളാണ്, ക്ലിനിക്കുകൾക്കെതിരെയാണ് ഇത്തരത്തിൽ നടപടിയെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്തായാലും ഏറ്റവും ഒടുവിലായി രോഗികളുടെ നിരക്ക് കുത്തനെ ജനങ്ങളുടെ സൈഫുദ്ദീൻ PC ആണ് ഖത്തറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി കുവൈത്തിലേക്ക് പോകുന്നു. മുനീർ അഹമ്മദ് ചേരുന്നുണ്ട്. മുനീർ, ഈ കോവിഡിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഈ പ്രവാസികളുടെ മടക്കം സംബന്ധിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പ്രവാസികളുടെ മടക്കം സംബന്ധിച്ചുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ടോ? എംബസികളിലുള്ള കണക്കെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടോ? നിയാസ്, കുവൈത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ 5 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യ വിമാനം മെയ് 8-ാം തീയതി വെള്ളിയാഴ്ചയാണ് പുറപ്പെടേണ്ടത്. എന്നാൽ ഇതുവരെ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം 30,000-ന്റെ അടുത്താണ്. എന്നാൽ ആർക്കും തന്നെ ഇത് സംബന്ധിച്ച ഒരു വ്യക്തമായ ഒരു വിശദീകരണം എംബസിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. തിരിച്ചു പോകേണ്ട ആളുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് എംബസി തയ്യാറാക്കിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ മുഖ്യ പരിഗണന നൽകുന്നത് ഗർഭിണികൾക്കാണ്. അതോടൊപ്പം ഗർഭിണികൾ കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ രോഗികൾ, അതിനുശേഷം കുവൈത്തിൽ ചികിത്സ ലഭ്യമല്ല എന്ന് സാക്ഷ്യപത്രം ഹാജരാക്കുന്ന രോഗികൾ, ഇത്രയും പേർക്കാണ് ആദ്യ ഷെഡ്യൂളിൽ ഇവർ ഒരു പരിഗണന നൽകുന്നത് എന്നാണ് എംബസി അറിയിക്കുന്നത്. എന്നാൽ ഇന്ന് എംബസിയിൽ എത്തിയ ആളുകൾക്ക് പോലും ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ എവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം എന്നത് സംബന്ധിച്ച് പോലും വ്യക്തമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. നാളെ പൗർണമി പ്രമാണിച്ച് എംബസി അവധിയാണ്. വെള്ളിയാഴ്ചയും എംബസി അവധിയാണ്. എങ്ങനെയായിരിക്കും ഈ ഒരു കാര്യം? വെള്ളിയാഴ്ചയാണ് ആദ്യ സർവീസ് പുറപ്പെടേണ്ടത്. ഈ ഒരു കാര്യത്തിൽ എംബസി എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുക എന്നതിൽ ഇപ്പോഴും വളരെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന ഏതാനും നഴ്സുമാർ, ഗർഭിണികളായ നഴ്സുമാർ എംബസിയെ സമീപിച്ചിരുന്നു. അവർക്ക് അവധി ലഭിക്കണമെങ്കിൽ യാത്ര പുറപ്പെടുന്ന തീയതി സംബന്ധിച്ച ഒരു വ്യക്തത എംബസിയിൽ നിന്ന് ലഭിക്കണം, രേഖാമൂലം അറിയിക്കണം എന്നതിനെ തുടർന്ന് അത് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവർ എംബസിയെ സമീപിച്ചത്. എന്നാൽ അവർക്ക് ഈ ഒരു രേഖ നൽകാൻ എംബസി തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഈ കാര്യങ്ങളൊക്കെ, യാത്ര സംബന്ധിച്ച വിവരങ്ങളൊക്കെ എംബസി കുവൈത്തിലുള്ള പ്രവാസികളുടെ മടക്കം സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ മുനീർ അഹമ്മദ് നൽകിയത്. ഇനി സൗദിയിലെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അഫ്താബ് റഹ്മാൻ ചേരുന്നു. അഫ്താബ്, സൗദിയിൽ ഇന്ന് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? തുടക്ക സമയങ്ങളിലൊക്കെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സ്ഥലമാണ് സൗദി. എന്താണ് സൗദിയിലെ നിലവിലെ അവസ്ഥ? നിയാസ്, നിലവിലെ സ്ഥിതി അനുസരിച്ച് ഏതാണ്ട് 32,000-ലേക്ക് എത്തുകയാണ് സൗദിയിലെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം. നിലവിലെ കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ ഇന്നും ഇന്നലെയുമായി ചില ആശ്വാസത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് പങ്കുവെക്കുവാനുള്ളത്. കാരണം ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് ഇന്നലെ 1000-നടുത്ത് ആളുകൾക്ക് കോവിഡ് മുക്തി ഉണ്ടായിരുന്നു. ഇന്നും ഏതാണ്ട് 1300-ലേറെ ആളുകൾക്ക് കോവിഡിൽ നിന്നും മോചനം അല്ലെങ്കിൽ അസുഖം മാറിയിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസവും ഇന്നും ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ച് പറഞ്ഞ കാര്യം, വരുന്ന ദിവസങ്ങളിലും കോവിഡ് രോഗമുക്തി നേടുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും ഒപ്പം തന്നെ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുകയും ചെയ്യുമെന്നാണ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത് എന്നാണ് മന്ത്രാലയ വക്താവ് അറിയിച്ചത്. ഈ ഒരു കണക്ക് തന്നെയാണ് ഇന്നും പങ്കുവെക്കുന്നത്. ഇന്ന് 1600-ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും 1300 പേർക്ക് രോഗമുക്തി ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതോടൊപ്പം ഇന്ത്യക്കാരുടെ എണ്ണം കൂടി ഇന്ന് സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം 2800-നടുത്ത് മാത്രമാണ് ഇന്ത്യക്കാരായ കോവിഡ് ബാധിതരുടെ എണ്ണം. അതായത് സൗദിയിലെ മൊത്തം ഇന്ത്യൻ സംഖ്യ എന്ന് പറയുന്നത് 26 ലക്ഷത്തോളമാണ്. ഇതിൽ ഇതുവരെ 2800-ഓളം പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ രോഗമുക്തി നേടിയവരുടെ എണ്ണം പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല.
ഒപ്പം തന്നെ മരണപ്പെട്ടവരുടെ എണ്ണം ഇതുവരെ സൗദിയിൽ മരണപ്പെട്ട 209 പേരിൽ 21 പേർ മാത്രമാണ് ഇന്ത്യക്കാരായി ഉള്ളത് എന്നുള്ളതും എംബസി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ മറ്റു ഇതര കമ്മ്യൂണിറ്റിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ സംഖ്യയാണ് ഇന്ത്യൻ ജനസംഖ്യ സൗദിയിലേത് എന്ന് പറയുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ വലിയൊരു ഭീതിതമായ കണക്കിലേക്ക് ഇന്ത്യക്കാരുടെ കോവിഡ് സംഖ്യ എത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഒപ്പം തന്നെ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മുതൽ പ്രത്യേകമായി മേഖല തിരിച്ചുള്ള വ്യാപകമായ ടെസ്റ്റുകൾ, അതായത് പ്രത്യേക ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ള സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടുകൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് ഈ അസുഖം പടരുന്നത് പ്രദേശങ്ങളിലേക്ക് കോവിഡ് ടെസ്റ്റുകൾ വ്യാപിപ്പിക്കുകയാണ് എന്നാണ് അഫ്താബ് പറയുന്നത്. അഫ്താബ്, മറ്റൊരു കാര്യം, ഈ പ്രവാസികളുടെ മടങ്ങിവരവ് സംബന്ധിച്ചാണ്. ഈ സൗദിയിൽ നിന്ന് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ ശനിയാഴ്ചത്തേക്ക് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ശനിയാഴ്ച ഇനി എപ്പോൾ ഈ ഫ്ലൈറ്റ് സർവീസ് നടത്താൻ കഴിയുമെന്നൊരു വ്യക്തത വന്നിട്ടുണ്ടോ? എത്ര പേർ ഈ ഫ്ലൈറ്റുകളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്? മറ്റുള്ള ആളുകളുടെ യാത്ര സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അവർക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ടിക്കറ്റുകൾ നൽകുന്നത് ഏത് രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്? നിയാസ്, ശനിയാഴ്ചയല്ല വെള്ളിയാഴ്ചയാണ് സൗദിയിൽ നിന്നുള്ള ആദ്യ സർവീസ് ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചക്ക് 12:30 സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ നിന്നും കരിപ്പൂരിലേക്ക് ആദ്യ വിമാനം പുറപ്പെടുക. ആദ്യം അറിയിച്ചിരുന്നത് നാളെ പുറപ്പെടുമെന്നായിരുന്നു. എന്നാൽ ക്രമീകരണങ്ങൾ വൈകിയതും ചില സാങ്കേതിക തടസ്സങ്ങളും ഒപ്പം തന്നെ മെഡിക്കൽ പരിശോധനയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തതുമാണ് ഈ ഒരു പുതിയ തീരുമാനത്തിന് കാരണമായിട്ടുള്ളത്. അപ്രകാരം നോക്കുമ്പോൾ നേരത്തെ തീരുമാനിച്ചിരുന്നത് നാളെ മുതൽ ആരംഭിച്ച് 11-ാം തീയതി വരെ നീളുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം അങ്ങോട്ട് മാറിയതുകൊണ്ട് എല്ലാ സർവീസുകളിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവസാനത്തെ സർവീസ് ഈ ആഴ്ചയിൽ നടക്കുക ഈ മാസം 14-നാണ്. ഇത്തരത്തിൽ ഒരാഴ്ചക്കുള്ളിൽ 5 സർവീസുകളാണ് നടക്കുക. 2 സർവീസുകൾ കരിപ്പൂരിലേക്കും 2 സർവീസുകൾ കൊച്ചിയിലേക്കും 1 സർവീസ് ഡൽഹിയിലേക്കും. ഈ തരത്തിലാണ് നിലവിലുള്ള ക്രമീകരണം. ഇത് ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ചില സംശയങ്ങൾ കൂടി, പ്രത്യേകിച്ച് ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട് ചില ആശങ്ക കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ടിക്കറ്റ് നിരക്ക് കൂടി പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ എംബസി വൈകുന്നേരം അറിയിച്ചത് പ്രകാരമാണെങ്കിൽ കരിപ്പൂരിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 900 റിയാലാണ്. അത് താരതമ്യേന വലിയൊരു നിരക്കല്ല, സാധാരണക്കാരൻ താങ്ങാവുന്ന ഒരു നിരക്കാണ് 900 റിയാൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദമാമിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് 850 റിയാലാണ്. ഇതും ഒരു ശരാശരിക്കാരനുള്ള ഒരു ടിക്കറ്റ് നിരക്കാണ് എന്നുള്ളതാണ് പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇതോടൊപ്പം ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന, പ്രത്യേകിച്ച് വിവിധ കാരണങ്ങളാൽ മാസങ്ങളായി ജോലി നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് എംബസിയിൽ നിന്നുള്ള വെൽഫെയർ ഫണ്ടിൽ നിന്നും പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ള ആവശ്യം കൂടി പ്രവാസി സംഘടന ഉന്നയിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഇതിൽ മെഡിക്കൽ വെള്ളിയാഴ്ച അപ്പോൾ സൗദിയിൽ നിന്നുള്ള വിമാനം പുറപ്പെടുമെന്നാണ് അഫ്താബ് റഹ്മാൻ സൗദിയിൽ നിന്ന് റിയാദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു റിപ്പോർട്ടർമാരിലേക്ക് കൂടി പോവുകയാണ്. ഒമാനിൽ നിന്ന് ബിനു എസ് കൊട്ടാരക്കര ചേരുന്നു. ബിനു, ഒമാനിലെ കോവിഡിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? ഇന്ന് എത്ര പേർക്ക് കോവിഡ് ഒമാനിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്? കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഒരു എണ്ണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്ത് മൊത്തം കോവിഡ് ബാധിതരുടെ എണ്ണം 2903 ഉയരുകയും ചെയ്തു. പുതിയ രോഗികളിൽ 127 പേരും വിദേശികളാണ്. 30 പേർക്ക് കൂടി കോവിഡ് രോഗം സുഖപ്പെട്ടിട്ടുണ്ട്. ഇതോടെ സുഖപ്പെട്ടവരുടെ എണ്ണം 888 ഉയരുകയും ചെയ്തു. 2002 പേരാണ് ഇപ്പോൾ അസുഖബാധിതരായി ഒമാനിൽ ചികിത്സയിലുള്ളത്. അതുപോലെ തന്നെ പുതിയ കോവിഡ് രോഗികളിൽ 146 പേരും മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നുള്ളവരാണ്. നിയാസ്, അതോടൊപ്പം തന്നെ ബിനു, ഈ പ്രവാസികളുടെ തിരിച്ചുവരവ്, ഒമാനിൽ നിന്നുള്ള പ്രവാസികളുടെ തിരിച്ചുവരവ് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എവിടം വരെയായി? നിയാസ്, മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് 2 വിമാന സർവീസുകളാണ് നിലവിലുള്ളത്. മെയ് 9 ശനിയാഴ്ച കൊച്ചിയിലേക്കും മെയ് 12 ചെന്നൈയിലേക്കുമാണ് സർവീസ് ഉള്ളത്. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആദ്യ വിമാനത്തിലുള്ള യാത്ര ചെയ്യുന്നവരുടെ ടിക്കറ്റ് വിതരണത്തിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യൻ എംബസി തയ്യാറാക്കിയ മുൻഗണനാ പട്ടിക എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർക്ക് നിലവിൽ കൈമാറിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജനറൽ സെയിൽസ് ഏജന്റായ നാഷണൽ ട്രാവൽസ് മുഖേനയാണ് പണം അടയ്ക്കേണ്ടത്. ആ ട്രാവൽസിൽ നിന്ന് ആളുകളെ ബന്ധപ്പെട്ടതായി നമുക്ക് അറിയാൻ കഴിഞ്ഞു. 14
14,000 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 71 ഒമാനി റിയാലാണ് ടിക്കറ്റിന്റെ ഇവിടുത്തെ നിരക്ക്. അതുപോലെ തന്നെ എംബസിയിൽ ഏകദേശം 600ഓളം പേരിൽ നിന്നാണ് ഇതുവരെ 250 പേരെ പട്ടിക തയ്യാറാക്കി. ആ പട്ടികയിൽ നിന്നാണ് 170ഓളം പേരെ നിലവിൽ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അടിയന്തര ആവശ്യമുള്ളവരെ മാത്രമാണ് മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 9 വൈകുന്നേരം 4:15 മസ്കറ്റിൽ നിന്ന് പുറപ്പെടുകയും വിമാനം രാത്രി 8:50 കൊച്ചിയിലെത്തുക. അതുപോലെ തന്നെ മസ്കറ്റ് ഗവർണറേറ്റിൽ ലോക്ക്ഡൌൺ നിലനിൽക്കുന്നതിനാൽ മറ്റ് ഗവർണറിൽ എന്ന് വെച്ചാൽ മസ്കറ്റ് ഗവർണറേറ്റ് പുറമെയുള്ള മറ്റ് ഗവർണറിൽ നിന്നുള്ള വിമാനത്തിൽ പോകേണ്ടവരെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. യാത്ര പുറപ്പെടുമ്പോൾ കോവിഡ് ടെസ്റ്റ് നിർബന്ധമല്ല. അതുപോലെ തന്നെ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് എല്ലാവർക്കും തെർമൽ സ്ക്രീനിംഗ് നടത്തും. അതുപോലെ കൊച്ചിയിലേക്കുള്ള ആദ്യ സർവീസിൽ അത്യാവശ്യകരായ ചില മലബാർ സ്വദേശികളെ ഉൾപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശരി, ബിനുവേസ് കൊട്ടാരക്കരയാണ് ഒമാനിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. ഇനി ബഹ്റൈനിലേക്ക് പോകുമ്പോൾ സിറാജ് പള്ളിക്കരയുണ്ട്. സിറാജ്, ബഹ്റൈനിലെ കോവിഡിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? അതോടൊപ്പം തന്നെ പ്രവാസികളുടെ മടങ്ങിവരവ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി. നിയാസ്, ബഹ്റൈനിൽ നിന്ന് വർദ്ധിച്ച തോതിൽ തന്നെ കോവിഡ് ബാധ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ 214 പേർക്ക് ഇന്ന് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ 159 പേർ പ്രവാസികളാണ്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 2066 ആയിരിക്കുന്നു. 1860ഓളം പേർക്ക് ഇതിനകം തന്നെ രാജ്യത്ത് രോഗവിമുക്തി ലഭിച്ച ഒരു പോസിറ്റീവ് വാർത്തയുമുണ്ട്. ബഹ്റൈനിൽ നിന്നുള്ള പ്രവാസികളുടെ മടക്കയാത്ര 2 വിമാന സർവീസുകളിലായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യ വിമാനം വെള്ളിയാഴ്ച കൊച്ചിക്കാണ്. അതിൽ യാത്ര ചെയ്യുന്നവർക്കുള്ള ടിക്കറ്റ് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. 115 പേർക്ക് ഇതിനകം തന്നെ ടിക്കറ്റ് നൽകി കഴിഞ്ഞു. എംബസിയിൽ പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു കൌണ്ടറിലാണ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. 177 പേരായിരിക്കും യാത്രക്കാർ. മറ്റൊരു വിമാനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ചയാണ്. അതിനുള്ള ടിക്കറ്റുകൾ ശനിയാഴ്ച മുതൽ വിതരണം ചെയ്യും എന്നാണ് ലഭ്യമായ വിവരം. ആദ്യഘട്ടത്തിൽ വെള്ളിയാഴ്ച യാത്ര ചെയ്യുന്നവരിൽ മുൻഗണനാ പട്ടിക അനുസരിച്ച് എംബസി തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് അനുസരിച്ചാണ് യാത്രക്കാരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ഗർഭിണികൾക്കും അതുപോലെ തന്നെ അടിയന്തര ആവശ്യങ്ങളുള്ളവർക്കും മാത്രമാണ് പരിഗണന നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എംബസി തന്നെയാണ് ഇവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയും മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത്. യാത്രക്കാർക്ക് കോവിഡ് ടെസ്റ്റ് ആവശ്യമായി വരുമോ എന്നൊരു ചോദ്യം പ്രവാസികൾക്കിടയിലുണ്ട്. പക്ഷേ ഇത് ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനു പകരം വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് അവർക്ക് തെർമൽ ചെക്കപ്പാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കാനായി സീറ്റുകൾ ഒഴിച്ചിടില്ല. പിൻഭാഗത്തെ 9 സീറ്റുകൾ മാത്രമായിരിക്കും ഒഴിച്ചിടുക. 84 ദിനാറാണ് കൊച്ചിക്ക് ഈടാക്കുന്ന ടിക്കറ്റ് നിരക്ക്. അതുപോലെ തന്നെ 79 ദിനാറാണ് കോഴിക്കോട് സർവീസിനുള്ള ടിക്കറ്റ് നിരക്ക്. അടുത്ത മാസാവസാനത്തോടെ ഖത്തറിൽ നിന്നും ഇന്ത്യയിലെ 12 ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്താനൊരുങ്ങി ഖത്തർ എയർവേസ്. കേരളത്തിലേക്കുള്ള 3 സർവീസുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നടപടികൾ തുടങ്ങും. നാടണയാനുള്ള പ്രവാസികളുടെ വർദ്ധിച്ച ആവശ്യം കണക്കിലെടുത്താണ് ഖത്തർ എയർവേസിന്റെ നടപടി. അടുത്ത മാസാവസാനത്തോടെ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ 81 ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്താൻ സജ്ജമാണെന്ന് ഖത്തർ എയർവേസ് സിഇഒ അക്ബർ അൽ ബേക്കിർ പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ 12 ഇടങ്ങളിലേക്കാണ് സർവീസ് ഉണ്ടാവുക. കേരളത്തിൽ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവയ്ക്ക് പുറമെ ഡൽഹി, അഹമ്മദാബാദ്, അമൃത്സർ, ബാംഗ്ലൂർ, മുംബൈ, ഗോവ, കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് നടത്തുക. കോവിഡ് സാഹചര്യത്തിൽ സ്വന്തം നാടുകളിലെത്താൻ ആഗ്രഹിക്കുന്ന 10 ലക്ഷം പ്രവാസികളെ നാട്ടിലെത്തിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് ഖത്തർ എയർവേസ് സിഇഒ വ്യക്തമാക്കി. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഖത്തർ എയർവേസ് നിലവിൽ കാർഗോ സർവീസ് നടത്തുന്നുണ്ട്. മീഡിയ 1 ദോഹ. സൗദിയിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ പൌരന്മാരുടെ അവസാന സംഘവും നാട്ടിലേക്ക് മടങ്ങി. സ്വദേശത്തേക്ക് മടങ്ങാനായി അബ്ഷിറിലെ ഔദ വഴി രജിസ്റ്റർ ചെയ്തവരാണ് ഇന്നലെ തബൂക്ക് വിമാനത്താവളം വഴി മടങ്ങിപ്പോയത്. യാത്രക്കാർക്ക് കൊറോണ വൈറസ് പടരാതിരിക്കുവാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇനി ഗൾഫ് രാജ്യങ്ങളിലെ കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കാം. സൗദിയിൽ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ മാറ്റം ആരോഗ്യ പ്രയാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. കുവൈത്തിൽ നാളെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. ബഹ്റൈനിൽ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. യുഎഇയിൽ നാളെ പൊടിക്കാറ്റിന് സാധ്യതയുണ്ട്. ഇനി വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ താപനില നോക്കാം.
ഇനി കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാലിന് 20 രൂപ 24 പൈസ, UAE ദിർഹത്തിന് 20 രൂപ 71 പൈസ, ഖത്തർ റിയാൽ 20 രൂപ 89 പൈസ, ഒമാൻ റിയാൽ 197 രൂപ 58 പൈസ, കുവൈറ്റ് ദിനാറിന് 245 രൂപ 63 പൈസ, ബഹ്റൈൻ ദിനാറിന് 201 രൂപ 22 പൈസ. മിഡി ഈസ്റ്റ് അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.